ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ശ്ലോകങ്ങൾ 25 മുതൽ. സമ്പത്കരീ സമാരൂഢ സിന്ധുര വ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടികോടിഭിരാവൃത. സമ്പത്കരി ദേവിയുടെ ആനസേനയുടെ അധിപതിയായ ശക്തി. സമാരൂഢ കയറി നിൽക്കുന്നവള്. സിന്ധുര ആന, സിന്ധൂരാന്നില്ല, സിന്ധുര ഷോർട്ടാണ് അവിടെ ഊവിന്റെ മാത്ര. പ്രജ കൂട്ടം. സേവിത അനുഗമിക്കപ്പെടുന്നവള്. അശ്വാരൂഢ കുതിരപ്പുറത്തിരിക്കുന്ന ശക്തി. അധിഷ്ഠിത നിയന്ത്രിക്കുന്ന. അശ്വ കുതിര. കോടി കോടി അനേക കോടി. ആവൃത ചുറ്റപ്പെട്ടവള്. അതായത് സമ്പത്കരി ദേവിയുടെ നേതൃത്വത്തിലുള്ള അനേകം ആനകളുടെ സൈന്യത്താല് സേവിക്കപ്പെടുന്നവളും അശ്വാരൂഢാദേവിയുടെ നേതൃത്വത്തിലുള്ള കോടിക്കണക്കിന് കുതിരപ്പടയാൽ ചുറ്റപ്പെട്ടവളുമാണ് ലളിതാദേവി. എന്ന് പറഞ്ഞാല് ദേവിയുടെ ശക്തി സൈന്യം അത്യന്തം വിപുലവും ശക്തവുമാണ്. ധർമ്മരക്ഷണത്തിനായിട്ട്, ധർമ്മ സംരക്ഷണത്തിനായിട്ട് ദേവിക്ക് അനന്തമായ ദിവ്യശക്തികൾ സന്നദ്ധമാണ്. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ചക്രരാജരഥം, ശ്രീചക്ര രൂപത്തിലുള്ള ആ മഹാരഥം ആരൂഢ കയറിയിരിക്കുന്നവള്. സർവായുധ എല്ലാ ആയുധങ്ങളും പരിഷ്കൃത സജ്ജീകരിക്കപ്പെട്ട ഗേയചക്രരഥം, ഗേയചക്ര എന്ന ദിവ്യരഥം. മന്ത്രിണി, മന്ത്രിണി ദേവി. പരിസേവിത സേവിക്കപ്പെടുന്നവള്. അതായത് എല്ലാ ആയുധങ്ങളാലും സജ്ജീകരിക്കപ്പെട്ട ചക്രരാജരഥത്തില് ആരൂഢയായ ലളിതാദേവിയെ മന്ത്രിണീ ദേവി ഗേയചക്രരഥത്തിൽ നിന്ന് സേവിക്കുന്നു. അതായത് ദേവിയുടെ സൈന്യത്തില് ഓരോ ശക്തിക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനവും ചുമതലയുമുണ്ട്. അങ്ങനെ ദേവിയുടെ ദിവ്യ സൈന്യം പൂർണ്ണമായും ക്രമീകരിക്കപ്പെട്ടതാണ്. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. അടുത്ത ശ്ലോകം. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വഹ്നി പ്രാകാരമധ്യക. ജ്വാലാമാലിനി കാക്ഷിപ്ത വഹ്നി പ്രാകാരമധ്യക. കിരിചക്രം ശക്തി സൈന്യത്തിലെ ഒരു ദിവ്യരഥാണ്. ദണ്ഡനാഥ, ദണ്ഡനാഥാദേവി. പുരസ്കൃത മുന്നിൽ നയിക്കപ്പെടുന്ന. ജ്വാലാമാലിനി അഗ്നിജ്വാലകളാല് ചുറ്റപ്പെട്ട ശക്തി. വഹ്നി ച അഗ്നി. പ്രാകാരം, പ്രാകാരം കോട്ടമതില്. മധ്യക മധ്യത്തില് സ്ഥിതി ചെയ്യുന്നവള്. ദണ്ഡനാഥാദേവിയുടെ
നേതൃത്വത്തിലുള്ള കിരിചക്രത്തോടു കൂടിയതും ജ്വാലാമാലിനി ദേവി സൃഷ്ടിച്ച അഗ്നികോട്ടയ്ക്കുള്ളിലും ലളിതാദേവി സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ സൈന്യം അഗ്നികോട്ട കൊണ്ട് സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക ശക്തിയെ അധർമ്മ ശക്തികൾക്ക് കീഴടക്കാൻ കഴിയില്ല. കിരിചക്രരഥാരൂഢദണ്ഡനാഥാ പുരസ്കൃതാ ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യഗാ കിരിചക്രരഥാരൂഢദണ്ഡനാഥാ പുരസ്കൃതാ ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യഗാ ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹർഷിതാ ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹർഷിതാ നിത്യാ പരാക്രമാഡോപ നിരീക്ഷണ സമുത്സുകാ നിത്യാ പരാക്രമാഡോപ നിരീക്ഷണ സമുത്സുകാ. ഭണ്ഡസൈന്യം, ഭണ്ഡാസുരന്റെ സൈന്യം, വധ നിഗ്രഹം, ഉദ്യുക്ത സജ്ജയായ, ശക്തി ദേവിയുടെ കൈകള്, വിക്രമം വീര്യം, ഹർഷിത സന്തോഷിച്ചവള്, നിത്യാദേവിമാര്, പരാക്രമം വീര്യം, നിരീക്ഷണം നോക്കുക, സമുത്സുക ആകാംക്ഷയുള്ളവള്. അതായത് ഭണ്ഡാസുരന്റെ സൈന്യത്തെ നശിപ്പിക്കാന് സജ്ജരായ ശക്തികളുടെ വീര്യം കണ്ട് ദേവി ആനന്ദിക്കുന്നു. നിത്യാദേവിമാരുടെ പരാക്രമം കാണാനും അവൾ ആകാംക്ഷയോടെയിരിക്കുന്നു. ദേവിയുടെ എല്ലാ ശക്തികളും അധർമ്മ നിഗ്രഹത്തിനായിട്ട് സജ്ജമാണ്. ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിതാ നിത്യാ പരാക്രമാഡോപനിരീക്ഷണ സമുത്സുകാ ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിതാ നിത്യാ പരാക്രമാഡോപനിരീക്ഷണ സമുത്സുകാ. ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിതാ ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിതാ മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധതോഷിതാ മന്ത്രിണ്യാംബാ വിരചിത വിഷംഗവധതോഷിതാ. ഭണ്ഡപുത്ര, ഭണ്ഡാസുരന്റെ പുത്രന്മാര്, വധോദ്യുക്ത വധിക്കാൻ സജ്ജയായ, ബാല, ബാലാ ത്രിപുരസുന്ദരി, വിക്രമം വീര്യം, നന്ദിത സന്തോഷിച്ചവള്, മന്ത്രിണി അംബ മന്ത്രിണി ദേവി, വിരചിത നിർവഹിച്ച, വിഷംഗവധം വിഷംഗന്റെ വധം, തോഷിത സന്തുഷ്ടയായ. അതായത് ഭണ്ഡാസുരന്റെ പുത്രന്മാരെ വധിക്കാൻ സജ്ജയായ ബാലാദേവിയുടെ വീര്യം കണ്ട് ലളിതാദേവി സന്തോഷിച്ചു. മന്ത്രിണീ ദേവി വിഷംഗനെ വധിച്ചതിലും ദേവി സന്തുഷ്ടയായി. ദേവിയുടെ വിവിധ ശക്തി രൂപങ്ങള് അധർമ്മത്തിന്റെ വിവിധ രൂപങ്ങളെ നശിപ്പിക്കുന്നു. ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിതാ മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധതോഷിതാ ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിതാ മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധതോഷിതാ. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിതാ വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിതാ കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. വിശുക്ര, ഭണ്ഡാസുരന്റെ സേനാനായകരിൽ ഒരാള്, പ്രാണഹരണം ജീവൻ നശിപ്പിക്കാൻ, വാരാഹി ദേവി, വീര്യം ശക്തി,
നന്ദിത സന്തോഷിച്ചവള്, കാമേശ്വര പരമശിവൻ, മുഖാലോക മുഖത്തേക്ക് നോക്കുക, കൽപ്പിത സൃഷ്ടിക്കപ്പെട്ട, ശ്രീഗണേശ്വര മഹാഗണേശൻ. അതായത് വിശുക്രന്റെ പ്രാണനെ ഹരിച്ച വാരാഹി ദേവിയുടെ വീര്യം കണ്ട് ലളിതാദേവി സന്തോഷിച്ചു. കാമേശ്വരന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ദിവ്യ ദൃഷ്ടിയിൽ നിന്ന് മഹാഗണേശൻ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ ദിവ്യ സങ്കല്പത്തിൽ നിന്ന് വിഘ്നങ്ങളെ നീക്കുന്ന ആ ഗണേശ ശക്തി ഉദിക്കുന്നു. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത, കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത, കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത, മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. മഹാഗണേശ, ആ മഹാഗണേശൻ നിർഭിന്ന തകർത്ത വിഘ്നയന്ത്രം, തടസ്സം സൃഷ്ടിക്കുന്ന ആ യന്ത്രം, പ്രകർഷിത ആനന്ദിച്ചവള്, ഭണ്ഡാസുരേന്ദ്ര ഭണ്ഡാസുരേന്ദ്രൻ, നിർമുക്ത പുറപ്പെടുവിച്ച, ശസ്ത്രം ആയുധം, പ്രത്യസ്ത്രം അതിനെ പ്രതിരോധിക്കുന്ന ആയുധം, വർഷിണി വർഷിക്കുന്നവൾ. മഹാഗണേശൻ ഭണ്ഡാസുരൻ സ്ഥാപിച്ച ആ വിഘ്നയന്ത്രം തകർത്തപ്പോൾ ദേവി ആനന്ദിച്ചു. ഭണ്ഡാസുരൻ പ്രയോഗിച്ച ആയുധങ്ങളെ പ്രതിരോധിക്കുന്ന പ്രത്യസ്ത്രങ്ങളുടെ മഴ ദേവി വർഷിച്ചു. ദൈവിക ശക്തി എല്ലാ തടസ്സങ്ങളെയും നീക്കി അധർമ്മത്തിന്റെ ആയുധങ്ങളെ നിർവീര്യമാക്കുന്നു. വിഘ്നനാശകനായ ഗണേശ ശക്തിയും ദേവിയുടെ പ്രതിരോധ ശക്തിയും ധർമ്മത്തെ സംരക്ഷിക്കുന്നു. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. കരാങ്കുലി ലായാണ്. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. മഹാപാശുപദാസ്താത്രി മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. കരാങ്കുലി കൈവിരല്, അങ്കുലി വിരല്, കരാങ്കുലി. ഗിരിയുടെ പുസ്തകത്തില് കരാങ്കുളി എന്നാണ്, ലായല്ല ലായാണ്. കരാങ്കുലി കൈവിരൽ. നഖം നഖം. ഉത്പന്ന ജനിച്ച. നാരായണ വിഷ്ണു. ദശാകൃതി 10 രൂപങ്ങള്, ദശാവതാരങ്ങള്. മഹാപാശുപദാസ്ത്രം ശിവന്റെ മഹാശക്തിയുള്ള ആയുധം. അഗ്നി തീ. നിർദഗ്ധ ചുട്ടരിച്ച. അസുരസൈനികള്. അതായത് ദേവിയുടെ കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്ന് നാരായണന്റെ ദശാവതാര രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. മഹാപാശുപദാസ്ത്രത്തിന്റെ അഗ്നിയാല് അസുര സൈന്യത്തെ ദഹിപ്പിച്ചു. ദേവിയുടെ ശക്തിയില് എല്ലാ ദൈവിക അവതാരങ്ങളും അടങ്ങിയിരിക്കുന്നു. അവ അധർമ്മത്തെ നശിപ്പിക്കുന്നു. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി.
മഹാപാശുപദാസ്ത്രാഗ്നിർദഗ്ധാസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ കാമേശ്വരാസ്ത്രം കാമേശ്വരന്റെ പരമദിവ്യ ആയുധം നിർദഗ്ധ ദഹിപ്പിച്ച സഭണ്ഡാസുര ഭണ്ഡാസുരനോട് കൂടിയ ശൂന്യക ശൂന്യക നഗരം ബ്രഹ്മാവ് ഉപേന്ദ്ര വിഷ്ണു മഹേന്ദ്ര ഇന്ദ്രൻ സ്തുതിക്കപ്പെട്ട വൈഭവം മഹിമ കാമേശ്വരാസ്ത്രത്തിന്റെ അഗ്നിയില് ഭണ്ഡാസുരനും അവന്റെ ശൂന്യക നഗരവും പൂർണമായി ദഹിച്ചുപോയി. തുടർന്ന് ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാര് ദേവിയുടെ മഹിമയെ സ്തുതിച്ചു. അധർമ്മത്തിന്റെ പൂർണ്ണനാശത്തിന് ശേഷം ദൈവിക ശക്തിയുടെ മഹിമ ദേവന്മാർ വാഴ്ത്തുന്നു. കാമേശ്വരാസ്ത്ര നിർദ്ധന്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ കാമേശ്വരാസ്ത്ര നിർദ്ധന്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധിഃ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധിഃ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ ഹര ശിവൻ നേത്രാഗ്നി മൂന്നാം കണ്ണിലെ അഗ്നി സന്ദഗ്ധ ദഹിപ്പിക്കപ്പെട്ട കാമദേവൻ സഞ്ജീവന ഔഷധി വീണ്ടും ജീവൻ നൽകുന്ന ഔഷധം വാഗ്ഭവകൂടം പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ ആദ്യത്തെ കൂടം സ്വരൂപം രൂപം മുഖപങ്കജം താമരപ്പൂ പോലുള്ള മുഖം ശിവന്റെ മൂന്നാം കണ്ണിലെ അഗ്നിയിൽ ദഹിച്ച കാമദേവന് വീണ്ടും ജീവൻ നൽകുന്ന സഞ്ജീവൻ ഔഷധിയാണ് ദേവി. അവളുടെ താമരമുഖം ശ്രീവിദ്യയിലെ വാഗ്ഭവകൂടത്തിന്റെ സ്വരൂപമാണ്. ദേവി നശിച്ചുപോയ ജീവശക്തിയെ പോലും പുനരുജ്ജീവിപ്പിക്കുന്ന പരാശക്തിയാണ്. ദേവി ജീവന്റെ പുനരുജ്ജീവന ശക്തിയും ശ്രീവിദ്യാമന്ത്രത്തിന്റെ വാഗ്ഭവകൂട സ്വരൂപവുമാണ്. ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധിഃ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധിഃ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ കണ്ഠാന്തഃ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി കണ്ഠാന്തഃ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്ന കട്യധോ ഭാഗധാരിണി ശക്തികൂടൈകതാപന്ന കട്യധോ ഭാഗധാരിണി കണ്ഠാന്തഃ കഴുത്തിന് താഴെ കടിപര്യന്തം അരവരെ മധ്യകൂടം ശ്രീവിദ്യാമന്ത്രത്തിലെ മധ്യഭാഗം സ്വരൂപിണി സ്വരൂപമായവള് ശക്തികൂടം മന്ത്രത്തിലെ മൂന്നാമത്തെ ഭാഗം കട്യതഃ അരയ്ക്ക് താഴെ ഭാഗം ധാരിണി ധരിക്കുന്നവൾ കഴുത്തിന് താഴെ മുതൽ അരവരെയുള്ള ദേവിയുടെ ശരീരഭാഗം മധ്യകൂടത്തിന്റെ സ്വരൂപമാണ്. അരയ്ക്ക് താഴെയുള്ള ഭാഗം ശക്തികൂടത്തിന്റെ സ്വരൂപമായിട്ട് കണക്കാക്കപ്പെടുന്നു. ശ്രീവിദ്യയിലെ മന്ത്രവും ദേവിയുടെ ദിവ്യ ശരീരവും തമ്മിൽ അഭേദമായ ബന്ധമുണ്ട്.
ദേവിയുടെ ശരീരം തന്നെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ദൃശ്യ സ്വരൂപമായിട്ട് ധ്യാനിക്കപ്പെടുന്നു. കണ്ഠാന്തഃ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണീ ശക്തികൂടൈകതാപന്ന കട്യധോഭാഗധാരിണീ. കണ്ഠാന്തഃ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണീ ശക്തികൂടൈകതാപന്ന കട്യധോഭാഗധാരിണീ. ശക്തികൂടൈകതാപന്ന കട്യധോഭാഗധാരിണീ. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കലേബര കലേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കലേബര ലായാണ് ലായല്ല മൂലകൂടത്രയ കലേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി. മൂലമന്ത്രം പ്രധാനപ്പെട്ട മന്ത്രം ആത്മിക സ്വരൂപമായവള് കൂടത്രയം 3 കൂടങ്ങള് കലേബരം ശരീരം ഗിരീടപുസ്തകത്തില് ലായാണ് ലായല്ല ലായാണ് കലേബരം. കൂല കുല ശ്രീവിദ്യയിലെ പ്രത്യേക ആത്മീയ തത്വം അതായത് ശക്തി പരമ്പര. അമൃതം അമൃത് ഏകരസിക അതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നവള്. സങ്കേതം രഹസ്യമായ മാർഗം അതായത് സൂചന. പാലിനി സംരക്ഷിക്കുന്നവള് അതായത് മൂലമന്ത്രത്തിന്റെ തന്നെ ആത്മസ്വരൂപമായ ദേവിയുടെ ശരീരം 3 കൂടങ്ങളാല് നിർമ്മിതമാണ്. കുലാമൃതത്തിന്റെ ആനന്ദത്തില് ലീനയായ അവൾ ശ്രീവിദ്യയുടെ ഗൂഢമായ സങ്കേതങ്ങളെ സംരക്ഷിക്കുന്നവളാണ്. ശ്രീവിദ്യാ മന്ത്രവും ദേവിയും വേറിട്ടതല്ല. മന്ത്രത്തെ ഭക്തിയോടെ ധ്യാനിക്കുന്നതിലൂടെ ദേവിയുടെ തത്വത്തെ സമീപിക്കാം. ശ്രീ ലളിതാദേവി തന്നെയാണ് ശ്രീവിദ്യയുടെ മൂലമന്ത്ര സ്വരൂപം. മന്ത്രത്തിലെ 3 കൂടങ്ങളും അവളുടെ ദിവ്യ ശരീരത്തിന്റെ 3 ഭാഗങ്ങളായിട്ട് ധ്യാനിക്കപ്പെടുന്നു. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കലേബരാ കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കലേബരാ കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി. അതായത് ഈ ഭാഗം പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഭണ്ഡാസുരന്റെ വധം. ലളിതാദേവി തന്റെ അനന്തമായ ശക്തി സൈന്യത്തോടു കൂടിയിട്ട് ഭണ്ഡാസുരനെ നേരിടുന്നു. സമ്പത്കരി അശ്വാരൂഢ മന്ത്രിണി ദണ്ഡനാഥ വാരാഹി ബാല തുടങ്ങിയിട്ടുള്ള ശക്തികള് യുദ്ധത്തിൽ വിവിധ ചുമതലകള് നിർവഹിക്കുന്നു. അതില് മഹാഗണേശൻ വിഘ്നയന്ത്രം തകർക്കുന്നു. ദേവിയുടെ ശക്തിയിൽ നിന്ന് ദൈവിക രൂപങ്ങള് പ്രത്യക്ഷപ്പെടുന്നു. ഒടുവില് കാമേശ്വരാസ്ത്രം ഭണ്ഡാസുരനെയും അവന്റെ നഗരത്തെയും ദഹിപ്പിക്കുന്നു. രണ്ടാമത്തത് ശ്രീവിദ്യാ മന്ത്രതത്വം. ഭണ്ഡാസുര വധത്തിനു ശേഷം വിവരണം ദേവിയുടെ ബാഹ്യരൂപത്തിൽ നിന്ന് അന്തരാത്മീകമായ സ്വരൂപത്തിലേക്ക് മാറുന്നു. ദേവിയുടെ മുഖം വാഗ്ഭവകൂടം, കഴുത്തു മുതൽ അരവരെയുള്ള ഭാഗം മധ്യകൂടം, അരയ്ക്ക് താഴെയുള്ള ഭാഗം ശക്തികൂടം എന്നിങ്ങനെ ശ്രീവിദ്യയിലെ 3 കൂടങ്ങളായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാല് ദേവിയും മന്ത്രവും രണ്ടല്ല. മന്ത്രം ദേവിയുടെ ശബ്ദസ്വരൂപവും ദേവിയുടെ ശരീരം മന്ത്രത്തിന്റെ ദൃശ്യസ്വരൂപവുമാണ്. അതുകൊണ്ട് ഭക്തരെയും ധർമ്മത്തെയും സംരക്ഷിക്കുന്നതിനായിട്ട് ശ്രീ ലളിത പരാശക്തി അനന്തമായ ശക്തി സൈന്യത്തോടുകൂടി ഭണ്ഡാസുരനെ നേരിടുന്നു. അവരുടെ വിവിധ ശക്തി രൂപങ്ങള് അസുര സൈന്യത്തെ നശിപ്പിക്കുന്നു. മഹാഗണേശൻ വിഘ്നങ്ങളെയൊക്കെ നീക്കുന്നു. ഒടുവിൽ കാമേശ്വരാസ്ത്രത്താല് ഭണ്ഡാസുരനും
അവൻ്റെ അധർമ്മശക്തിയും പൂർണ്ണമായിട്ട് നശിക്കുന്നു. അതിനുശേഷം ദേവിയുടെ മഹത്തായ മന്ത്രസ്വരൂപം വെളിപ്പെടുന്നു. ശ്രീവിദ്യയിലെ 3 കൂടങ്ങളായിട്ടുള്ള വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നിവ ദേവിയുടെ ദിവ്യ ശരീരവുമായിട്ട് അഭേദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ ലളിതാദേവി ഒരേ സമയം ധർമ്മ സംരക്ഷകയും അസുര നിഗ്രഹ ശക്തിയും ജീവന്റെ പുനരുജ്ജീവന ശക്തിയും ശ്രീവിദ്യാ മൂലമന്ത്രത്തിന്റെ സാക്ഷാത് സ്വരൂപവുമാണ്. ശ്രീ മഹാദേവ്യൈ നമഃ. ഒരിക്കൽ കൂടി നമുക്ക് പാരായണം ചെയ്യാം ഇന്നടുത്ത ശ്ലോകങ്ങൾ. സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത ചക്രരാജരധാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരധാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരധാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നി പ്രാകാരമധ്യഗാ ഖണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യാ പരാക്രമാടോപനിരീക്ഷണ സമുത്സുകാ ഖണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവധതോഷിത വിശുക്രപ്രാണഹരണ വാരാഹീ വീര്യനന്ദിത കാമേശ്വരമുഖാലോകകൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രപ്രഹർഷിത ഖണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണീ കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതിഃ മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനികാ കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഖണ്ഡാസുരശൂന്യകാ ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവാ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവനൗഷധിഃ ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജാ കണ്ഠാന്തഃ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണീ ശക്തികൂടൈകതാപന്ന കട്യദോഭാഗധാരിണീ മൂലമന്ത്രാത്മികാ മൂലകൂടത്രയകലേബരാ കുലാമൃതൈകരസികാ കുലസങ്കേതപാലിനീ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ.